നാര് കൊണ്ട് സാരിയോ? നെറ്റിച്ചുളിക്കാൻ വരട്ടെ. ചെന്നൈ പല്ലാവരത്തിന് സമീപം അനകാപുത്തൂർ എന്ന ഗ്രാമത്തിലാണ് സ്ത്രീകളുടെ കൂട്ടായ്മയിലുള്ള ഈ നെയ്ത്തുശാല പ്രവർത്തിക്കുന്നത്. വാഴപ്പോളയിൽ നിന്നുള്ള നാരുകൾ വേർതിരിച്ച ശേഷം അവ ഉണക്കി നൂലുകളാക്കുന്നു. തുടർന്ന് സാരി നെയ്തെടുക്കുന്നതാണ് രീതി. പ്രകൃതിദത്ത നൂലായതിനാൽ ഇത് ധരിക്കുന്നത് കൊണ്ട് ശരീരത്തിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ വരില്ലെന്നാണ് മലയാളിയായ ലൈല പറയുന്നത്. നമ്മൾ ഈ സാരി ആണെങ്കിൽ നമ്മൾ കെട്ടുമ്പോഴും നമ്മളെ ദേഹത്തിന് നല്ല തണുപ്പായിരിക്കും. പിന്നെ സ്കിൻ അലർജി അതുപോലെ ഒന്നും വരില്ല. പിന്നെ നല്ലതായിരിക്കും. വീട്ടമ്മമാരുടെ കൂട്ടായ്മയായ മഹിളാർ സംഘമാണ് ഈ സംരംഭത്തിന് പിന്നിൽ. ഒരു വാഴയിൽ നിന്ന് 200 ഗ്രാം നാര് വരെ ലഭിക്കും. 2 വാഴയിൽ നിന്ന് വേർതിരിക്കുന്ന നാര് കൊണ്ട് ഒരു സാരി തന്നെ നെയ്തെടുക്കാൻ സാധിക്കും. நான் ஒரு 18 வருஷமாக இந்த தொழிலில் செஞ்சிட்ருக்கிறேன். இதில் இப்போது பனானா ஃபைபரில் சாரீஸ் எல்லாம் செஞ்சிட்ருந்தோம். நல்ல வரவேற்பு, வெட்டி வேறு அப்படின்னு சொல்லிட்டு ஒரு 25 விதமான நாறுகளில் நாங்கள் புடவை செஞ்சிட்ருக்கோம். எல்லாம் நல்ல சேல்ஸ் ஆகுது. இப்போது புடவைக்கு போக நாருங்களில் நாங்கள் வேஸ்டேஜ் ஆகிற நாரில் பனானா ஃபைபரில் மேட்டுங்கள்லாம் செய்கிறோம், கூடைங்க செய்கிறோம். அது நல்ல சேல்ஸ் ஆக ஆரம்பிச்சது. இன்னும் கொஞ்சம் வேஸ்டேஜ் அதுக்கப்புறம் அதிலிருந்து கம்மல் ஐட்டம், காலேஜ் பிள்ளைங்களுக்காக கம்மல், வளையல், நெக்லஸ் ஐட்டம் அதெல்லாம் செய்ய ஆரம்பித்தோம். அது இந்த காலேஜில் நல்ல வரவேற்பு, நல்ல வருமானமும் கிடைக்குது. വാഴനാര് കൊണ്ട് നിർമ്മിക്കുന്ന സാരികൾക്ക് മികച്ച വിപണിയാണ് ലഭിക്കുന്നതെന്ന് വർഷങ്ങളായി ഈ നെയ്ത്തുശാലയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശേഖർ പറയുന്നു. காட்டனுக்கு ஆல்டர்னேட்டிவ் நேச்சுரல் ஃபைபர் பனானா நாங்கள் இது பண்ணியிருக்கோம். மார்க்கெட் எங்களுக்கு எங்கள் லோக்கல் இந்தியன் மார்க்கெட் இருக்குது, அப்ராட் மார்க்கெட் இருக்குது. இது டிமாண்டு எக்கோ ஃப்ரெண்ட்லி சஸ்டைனபிள் இருக்கிறதுனால அப்ராடில் அவேர்னஸ் ஆல்ரெடி வந்துட்டுருக்கு. നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വാഴനാരിന്റെ അളവിനനുസരിച്ചാണ് സാരിയുടെ വില നിശ്ചയിക്കുന്നത്. 2000 രൂപയിൽ തുടങ്ങുന്നു സാരികളുടെ വില. 100% വാഴനാരിൽ നെയ്ത സാരിക്ക് 50,000 രൂപ വരെ വില വരും. ഈ വാഴനാരുകൾ കണ്ടോ? ഈ നാരിൽ നെയ്തെടുക്കുന്നത് വെറും സാരികൾ മാത്രമല്ല, ഒരു കൂട്ടം സ്ത്രീകളുടെ സ്വപ്നങ്ങൾ കൂടിയാണ്. ചെന്നൈ അനകാപുത്തൂരിൽ നിന്നും വിനയുണ്ണി, മാതൃഭൂമി ന്യൂസ്.